സച്ച് ഗ്രേറ്റ് മൊമെൻറ്റ് അങ്ങനെ തന്നെ പറയണം ആ ഒരു സമയം. കാരണം ഓൾ ഇന്ത്യയുടെ റാങ്ക് റിലീസ് ചെയ്ത സമയത്ത് അത്രയും നല്ലൊരു റാങ്കിലേക്ക് വന്നപ്പോൾ അത്ര കാലം നമ്മൾ കൊണ്ടു നടന്നിരുന്ന വലിയൊരു ടെൻഷൻ അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. തിരക്കുള്ള പാരൻസ് ആണോ നിങ്ങളുടെ കുട്ടിയെ കാർബണിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതാത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നത് വരെയുള്ള ഏറ്റവും ടെൻഷൻസ് കാർബൺ ഗുരുകുലം ഏറ്റെടുക്കും. ഇന്ത്യയിൽ ഒരു സെന്ററും ഫോളോ ചെയ്യാത്ത ഒരു കോച്ചിങ് മെത്തഡോളജിയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് സ്പെഷ്യലായിട്ട് ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അതുവരെ വീട് വിട്ട് മാറി നിന്നിട്ടില്ല. എങ്ങനെയായിരിക്കും ഈ എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സിവിയർ ആയിട്ട് പഠിക്കേണ്ട ഒരു സമയം. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. അങ്ങനെ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കാർബണിനെ കുറിച്ച് ഒരു വിവരം കിട്ടുന്നത്. ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ കാർബണിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിള്ളേരെല്ലാം എവിടേക്കോ ഇരുന്ന് പഠിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്ന് പഠിക്കുന്നു. സാധാരണ അങ്ങനെയല്ലല്ലോ. ഒരു പ്രത്യേക ഗുണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു പേഴ്സണലായിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാർബണിൽ ഇവർ നിൽക്കുന്ന ഇവർക്ക് എന്ത് ടെൻഷൻ വന്നാലും അവരത് സോൾവ് ചെയ്യായിരുന്നു. വെറും 4 കുട്ടികളെ വെച്ച് ടൗണിൽ ചെറിയൊരു റെന്റഡ് സ്പേസിൽ തുടങ്ങിയ കാർബൺ 4 പിന്നീട് 30 100 200 ഇപ്പോ 400-ലേറെ റെസിഡൻഷ്യൽ കുട്ടികളുള്ള ഒരു ഓൺ ക്യാമ്പസിലാണ് കാർബൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സമയമാണോ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് അതിന്റെ ഇരട്ടി സമയം കുട്ടികൾക്ക് പഠിക്കാൻ ലഭിക്കുക. ടീച്ചേഴ്സ് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഒരു സെന്ററിൽ പോലും കുട്ടികൾക്ക് ഇത്ര ടീച്ചേഴ്സിനോടുള്ള ടൈം അവൈലബിൾ ആവില്ല എന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എങ്ങനെയാണ് മോളുടെ മൂഡ് സ്വിങ് എങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഗ്രേഡ് എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത്, എന്ത് വരുമ്പോഴാണ് അത് കുറഞ്ഞു പോകുന്നത്, എപ്പോഴാണ് കോൺഫിഡൻസ് ലെവലിൽ വേരിയേഷൻസ് വരുന്നത്, ഇതെല്ലാം അവർക്ക് അറിയുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ടീമിന് നമ്മുടെ കുട്ടിയെ എൻറ്റയർലി അല്ലെങ്കിൽ ഒരു 100% അറിയാമെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫാമിലി ബോണ്ട് നമുക്കവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. കാർബണിൽ 7 to 1:30 വരെയാണ് ക്ലാസ് അവേഴ്സ് ആയിട്ട് ഉണ്ടാവുക. മാക്സിമം 4.5 മണിക്കൂറാണ് കുട്ടിക്ക് ക്ലാസ് അവേഴ്സ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം അന്നെടുത്ത സംഗതികൾ കുട്ടികൾക്ക് പഠിക്കാനും ആദ്യത്തെ വർക്ക്ഷീറ്റുകൾ ചെയ്യാനും പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം. ഈ സമയം കംപ്ലീറ്റ് എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സ് കാർബണിൽ അവൈലബിൾ ആവും. ക്ലാസ് എടുക്കുന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടി നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ കുട്ടിയെ മോണിറ്റർ ചെയ്യുക, കുട്ടിയെ മെൻറ്റർ ചെയ്യുക, കുട്ടിക്ക് ആവശ്യമായ ഡൗട്ടുകൾ തീർത്തെടുക്കുക. ഇതിനൊക്കെയുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നാണ് നമ്മളൊരു സെൻട്രൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 7 to 1:30 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കൂടെ ടീച്ചേഴ്സ് രാത്രി 10:30, 11 12 1 മണി വരെ ടീച്ചേഴ്സ് ഉള്ള സമയങ്ങൾ രാത്രി 1 o'clock കാര്യം ഞാൻ പറയുന്നത്. അത്രയും രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് വരെ ടീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആകുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നീറ്റ് എഴുതുന്ന വരെയുള്ള എക്സാംസും ക്വസ്റ്റ്യൻസും എന്ന് പറഞ്ഞാൽ ഒരു 10,000 ക്വസ്റ്റ്യൻസും അതുപോലെ 300 എക്സാംസും എഴുതിയിട്ടുണ്ടാവും. അവിടുന്ന് ടീച്ചേഴ്സ് തരുന്ന ഹൈലി കൺസെപ്ച്വൽ ആയിട്ടുള്ള നോട്ട്സും അവിടുത്തെ മെറ്റീരിയൽസും ആണ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നത്. ഇത്രയും ചെറിയ ഒരു ബാച്ച് സൈസ് കാർബണിന്റെ കുട്ടികൾ ഇന്ന് ഒരുവിധം എല്ലാ പ്രീമിയം ക്യാമ്പസുകളിലും പഠിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാർബണിന്റെ കുട്ടികളുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്, എയിംസ് കല്യാണിൽ കുട്ടികളുണ്ട്, IIST കുട്ടികളുണ്ട്, NITകളുടെ കുട്ടികളുണ്ട്, ഐസറിൽ കുട്ടികളുണ്ട്. കാർബൺ ഇന്റഗ്രേറ്റഡ് ബാച്ചിന്റെ അടുത്തൊരു സ്പെഷ്യാലിറ്റി ഇവിടെ കുട്ടികൾക്ക് വീക്ക്ലി ലീവുകളില്ല. ഈ ലീവ് ക്യുമുലേറ്റീവ് ചെയ്ത് മന്ത്ലി 4 days ഒരുമിച്ച് കൊടുക്കാറാണ്. ഈ സമയം കുട്ടികൾക്ക് അവരുടെ ഫാമിലിന്റെ കൂടെ ടെൻഷൻ ഇല്ലാതെ ടൈം സ്പെൻഡ് ചെയ്യാം. ഈ വർഷം കാർബൺ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ 160 കുട്ടികളാണുള്ളത്. കഴിഞ്ഞ വർഷം ഒരൊറ്റ കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്, നിഹാൽ അഫ്സൽ. ആ കുട്ടി എഴുതിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും കുട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ജെയ്ക്ക് 98.6% കിട്ടിയിട്ടുണ്ട്. +2 ഫുൾ A+ ആണ്. ജെയ് അഡ്വാൻസിന് 6000 റാങ്ക് വന്നു. നീറ്റിന് 544 മാർക്ക് ലഭിച്ചു. ഇപ്പോൾ നീലഗിരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുക. ഇത് കാണുന്ന ഏതൊരു പാരന്റിനും റാൻഡ് ആയിട്ടുള്ള ഒരു ദിവസം കാർബൺ വിസിറ്റ് ചെയ്യാം അറ്റ് എനി ടൈം. ഇത്തരത്തിലുള്ളൊരു ക്യാമ്പസ് കേരളത്തിൽ ലിറ്ററലി യുണീക്കാണ്. ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം ഒരു പാരന്റിന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാൻഡ് ആയിട്ടുള്ള ഒരു ദിവസം അറ്റ് എനി ടൈം കാർബൺ ക്യാമ്പസ് വിസിറ്റ് ചെയ്താൽ മതി.
കുട്ടികൾ പഠിക്കുന്നതും അവരോടൊപ്പം ടീച്ചേഴ്സ് ഇരുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന കാഴ്ച നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. 100% ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ +2 എത്തുമ്പോൾ ഗംഭീര റിസൾട്ട് ആയിരിക്കും കാർബൺ ഗുരുകുലം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എൻട്രൻസ് കോച്ചിങ്ങിനോട് ഒപ്പം പോകുമെന്ന് ഉറപ്പിച്ച് കൊണ്ടുവിടാൻ പറ്റുന്ന ഒരു സെൻറ്ററാണ് കാർബൺ. കാരണം അത് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് അവരുടെ കൂടെ നിന്ന് കണ്ടറിഞ്ഞ കാര്യം. സോ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജോയിൻ കാർബൺ ഗുരുകുലം.